ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിനെതിരെ കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 5-6 മടങ്ങ് ഇരട്ടി നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ഇതുമൂലം പ്രവാസികൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അതേസമയം വിമാന ടിക്കറ്റ് നിരക്കുകളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ മടിക്കുന്ന വിമാന കമ്പനികളുടെ പ്രവർത്തനം മരവിപ്പിക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ ആവശ്യം. ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിനെതിരെ കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 5-6 മടങ്ങ് ഇരട്ടി നിരക്കാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നതെന്നും ഇതുമൂലം പ്രവാസികൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാവുകയാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല റൂട്ടുകളിലും ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റിന് വില 1 ലക്ഷത്തിന് മുകളിലാണെന്നും എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ ഈ വർധനവില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം വിമാന ടിക്കറ്റ് നിരക്കുകളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ മടിക്കുന്ന വിമാന കമ്പനികളുടെ പ്രവർത്തനം മരവിപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത്. വിമാന നിരക്ക് നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പുതിയ ചട്ടങ്ങൾ 3 ആഴ്ചക്കകം അന്തിമഘട്ടത്തിൽ എത്തുമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് നിർണായക നിരീക്ഷണം. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നിലവിലുള്ള നിരക്ക് നിബന്ധനകൾ വിമാന കമ്പനികൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കിലെ സർജ് പ്രൈസിംഗ്, അധിക ബാഗേജ് ചാർജുകൾ, ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന തുക, റീഫണ്ട് തുടങ്ങിയ വിഷയങ്ങൾ സമഗ്രമായി നിയന്ത്രിക്കാനുള്ള ചട്ടങ്ങളാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്നത്. ഇതിനായി ഭാരതീയ വായുയാന അധിനിയം 2024 പ്രകാരമുള്ള ചട്ടങ്ങളുടെ കരട് കേന്ദ്രം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വിമാന കമ്പനികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമെങ്കിൽ ഇത്തരം എയർലൈനുകളുടെ സർവീസ് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് കടക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അവധിക്കാലത്തും ഉത്സവ സീസണുകളിലും വിമാന കമ്പനികൾ നടത്തുന്ന ഭീമമായ നിരക്ക് വർധനവ് സാധാരണക്കാരായ യാത്രക്കാരെ വലിയ രീതിയിൽ ദുരിതത്തിലാക്കുന്നുണ്ടെന്ന് ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പുതിയ ചട്ടങ്ങൾക്ക് 3 ആഴ്ചയ്ക്കകം അന്തിമ രൂപം നൽകി സമർപ്പിക്കാൻ നിർദ്ദേശിച്ച ബെഞ്ച് കേസ് തുടർവാദത്തിനായി സെപ്റ്റംബർ 7 മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.